ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി പ്രതി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. അതേസമയം ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, എൻ വാസു സ്വാഭാവിക ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്നാണ് എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എസ് ജയശ്രീയുടെ ജാമ്യാപേക്ഷയും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, എൻ വാസുവിൻ്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെയാണ് ഈ ജാമ്യ ഹർജി തേടി അല്ലെങ്കിൽ ജാമ്യം തേടി ഈ കൊല്ലം വിജിലൻസ് കോടതിയെ ഈ പ്രതി സമീപിച്ചിരിക്കുന്നത്. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെയാണ് നിലവിൽ കട്ടിലപ്പാളി കേസിലെ അതായത് ശബരിമല കട്ടിലപ്പാളി കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പ്രധാനപ്പെട്ട 3 പ്രതികൾ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ SIT ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതികളെല്ലാം പുറത്തേക്ക് പോകുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ചപ്പോൾ ഇതിലൊരു വിവേചനം കാണിക്കാൻ പാടില്ലെന്നും ഇന്ന് തന്നെ ഇതിൽ വിധി പറയുമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അത് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ ഈ എൻ വാസുവിൻ്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് കോടതി വിധി പറയാൻ പോകുന്നത്. ഈ കണ്ഠരര് രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ജാമ്യ ഹർജി 18ലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ കണ്ഠരര് രാജീവ് തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി ഈ മാസം 18-നായിരിക്കും വിധി പറയുക. അതേസമയം തന്നെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക. ഈ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യം വേണമെന്ന് ഈ ജയശ്രീ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ നൽകിയിട്ടുള്ള ഒരു വാദം. ഈ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ഈ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഈ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയശ്രീ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിന്റെ ജാമ്യ ഹർജി ഇന്ന് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് ജാമ്യ ഹർജിയിൽ വിധി പറയും. കഴിഞ്ഞ ദിവസം വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ഒരു വിവേചനം കാണിക്കാൻ പാടില്ല. ഇന്ന് തന്നെ ഈ കേസിൽ ഒരു ജാമ്യാപേക്ഷയിൽ ജാമ്യം അല്ലെങ്കിൽ വിധി പറയും. അത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് എൻ വാസുവിൻ്റെ ഒരു ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വിധി പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 1ാം പ്രതി ഉൾപ്പെടെയുള്ള 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ SIT 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ എൻ വാസുവിന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇതിൽ ഒരു വിധി പറയുമെന്നാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. ദീപ്തി, തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുന്നത്. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ടതോടെയാണ് സ്വാഭാവിക ജാമ്യം തേടി പ്രതി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഈ ഒരു സ്വാഭാവിക ജാമ്യം 90 ദിവസം പിന്നിട്ടതോടുകൂടി സ്വാഭാവിക ജാമ്യം തേടി തന്നെയാണ് എൻ വാസു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കട്ടിലപ്പാളി കേസിലെ 3ാം പ്രതിയാണ് എൻ വാസു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ജാമ്യത്തിനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. വിവേചനം കാണിക്കാൻ പറ്റില്ലെന്നും ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി പറയുമെന്നുമാണ് ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി വ്യക്തമാക്കിയത്. ഇതുവരെ 4 പ്രതികളാണ് ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയത്. 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള 4 പ്രതികളാണ് ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയത്. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബു എന്നിവർക്കടക്കം ഈ ഒരു സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് പിന്നാലെ എൻ വാസുവും ഇന്ന് സ്വാഭാവിക ജാമ്യം തന്നെ നേടി പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇന്ന് 90 ദിവസം റിമാൻഡിലായി 90 ദിവസം പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ എൻ വാസുവിന് ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കുറ്റപത്രം SIT കുറ്റപത്രം സമർപ്പിക്കാത്തതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു
ജാമ്യത്തിനായുള്ള നീക്കം നടത്തുന്നത് എന്നതാണ് ഏറെ നിർണായകമായ ഒരു കാര്യം. വിവേചനം കാണിക്കാൻ പറ്റില്ല എന്നതാണ് ഇന്നലെ ഈ ഒരു ഹർജി പരിഗണിക്കവേ കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള എൻ വാസുവിന് ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഒന്നാം പ്രതി അടക്കമുള്ളവർ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയ ഒരു സാഹചര്യത്തിൽ കട്ടിളപ്പാടി കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു. സ്വാഭാവിക ജാമ്യം തേടി എൻ വാസുവും പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ 2 കേസുകളിലായി ജാമ്യ ഹർജിയിലെ വാദം ഇന്നലെ പൂർത്തിയായിരുന്നു. ഈ മാസം 18-നാണ് ഈ കേസിൽ വിധി പറയുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിൽ ബജറ്റ് ചർച്ച ഇന്നും തുടരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബജറ്റ് ചർച്ചയിൽ ഇന്ന് സംസാരിക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ചർച്ചയ്ക്ക് മറുപടി പറയും. അതേസമയം പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ എത്തില്ല. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇന്ന് ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. രാഹുൽ ഗാന്ധി അടക്കം സംസാരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയേക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്പീക്കർ ഇന്ന് ലോക്സഭയിൽ എത്തില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നലെയാണ് പ്രതിപക്ഷം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. ഏതായാലും ഇന്നലെ മുതൽ ഓം ബിർള സഭയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും സഭയിലേക്ക് വരാതിരിക്കുകയാണ് ചെയ്തത്. ഇന്നും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അദ്ദേഹം പാർലമെന്റിൽ എത്തും, പക്ഷേ സഭയിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. ധാർമ്മികമായ കാര്യങ്ങൾ, അതായത് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ഇതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകും വരെ സഭയിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഈ സമ്മേളനത്തിന്റെ 2ാം വാദം അടുത്ത മാസം 9-ന് തുടങ്ങാനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ആദ്യ ദിവസം തന്നെ, അത് മാർച്ച് 9-ആണ്, ആ ദിവസം തന്നെ ഈ നോട്ടീസ് പരിഗണിക്കും. 14 ദിവസമാണ് ഒരു നോട്ടീസ് നൽകിയാൽ പരിഗണിക്കാനുള്ള സമയം. 14 ദിവസത്തിന് മുമ്പാണ് ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസുകൾ നൽകിയാൽ അത് പരിഗണിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഏതായാലും അടുത്ത ഈ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം വാദത്തിലാണ് ഈ ആദ്യ ദിവസം തന്നെ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് പരിഗണിക്കും. ആ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം NDAക്ക് ആൾബലം കൂടുതലുള്ളതിനാൽ തന്നെ അത് വിജയിക്കാനുള്ള സാധ്യത ഇല്ല. പക്ഷേ ഈ സ്പീക്കർക്കെതിരായ ആരോപണങ്ങളൊക്കെ രേഖകളിൽ ഉണ്ടാകും, പാർലമെന്റിന്റെ രേഖകളിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു നേട്ടം എന്ന് പറയുന്നത്. ഏതായാലും അന്ന് പാർലമെന്റ് അത് ചർച്ചയ്ക്കെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശമൊക്കെ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടറി ജനറൽ തേടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് 118 MP ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് സ്പീക്കർക്കെതിരെ നൽകിയത്. അതിൽ പ്രധാനമായും ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ ഏകപക്ഷീയമായി 8 MP സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ BJP MP നിശകാന്ത് ദുബെ, അയാൾ ഇങ്ങനെ തുടർച്ചയായി കോൺഗ്രസ് പ്രതിപക്ഷ MP മാർക്കെതിരെയൊക്കെ മോശം പരാമർശം നടത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ നോട്ടീസ് നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും സ്പീക്കർ ഓം ബിർള ഇന്നും ലോക്സഭയിലേക്ക് എത്തില്ല. ഇന്നും പാനൽ ഓഫ് ചെയർസ് ആയിരിക്കും സഭാ നടപടികൾ നിയന്ത്രിക്കുക. ഏതായാലും ഇന്നിപ്പോൾ ബജറ്റ് ചർച്ച തുടരുകയാണ്. ഇന്നലെ മുതൽ ബജറ്റ് ചർച്ചയോട് പ്രതിപക്ഷം സഹകരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെ കേരളത്തിൻ്റെ തിരുവനന്തപുരം MP ശശി തരൂരാണ് ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കേരളത്തോടുള്ള അവഗണനയടക്കം അതിരൂക്ഷമായി തന്നെ ചർച്ചയിൽ ശശി തരൂർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എയിംസ് അനുവദിക്കാത്തതും അതിവേഗ റെയിലിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയതുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് ശശി തരൂർ ഇന്നലെ ബജറ്റ് ചർച്ചയിൽ പറഞ്ഞത്. ഏതായാലും ഇന്ന് ബജറ്റ് ചർച്ച നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനുള്ള വിമർശനങ്ങൾ തുടരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു സംഘർഷങ്ങളിലേക്കൊക്കെ നയിച്ചത് ഈ MM നരവനയുടെ പുസ്തകമാണ്, മുൻ കരസേനാ മേധാവി. ആ പുസ്തകത്തിലെ കാര്യങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിച്ചതാണ് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമടക്കം തടയുന്നതിലേക്ക് നയിക്കുകയും
ചർച്ചയും പിന്നീട് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കാതെ പോവുകയും ഒക്കെ ചെയ്തു. ഏതായാലും ഇന്നും സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉയർത്താനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയെങ്കിൽ സഭാതലം വീണ്ടും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ US കരാറിലടക്കം അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം നൽകും. വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ പാർലമെന്റിൽ ഉണ്ടാകും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഏതായാലും ബജറ്റ് ചർച്ചയോട് പ്രതിപക്ഷം സഹകരിക്കുന്നുണ്ട്. ബജറ്റ് ചർച്ചയിൽ ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേപോലെ തന്നെ വൈകിട്ട് ചർച്ചയ്ക്ക് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പറയുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്ന് ഉള്ളത്. ഏതായാലും അല്ലാത്ത സമയത്ത് രാവിലെ ശൂന്യവേളയിലടക്കം പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശരി ആന്റണി, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. പാർലമെന്റിൽ ബജറ്റ് ചർച്ച ഇന്നും തുടരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബജറ്റ് ചർച്ചയിൽ ഇന്ന് സംസാരിച്ചേക്കുമെന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ചർച്ചയ്ക്ക് മറുപടി പറയും. അതേസമയം പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ ഒരു സാഹചര്യത്തിൽ സ്പീക്കർ ഓം ബിർള ലോക്സഭയിൽ എത്തില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. കരസേന മുൻ മേധാവി MM നരവനേയുടെ പുസ്തകം ചോർന്നതിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം തുടരുന്നു. പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ മൊഴി രേഖപ്പെടുത്തും. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ലഭിച്ചു എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന്റെ പ്രീപ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ PDF പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്നും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞയാഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കരസേന മുൻ മേധാവിയായ MM നരവനേയുടെ പുസ്തകം ചോർന്നതിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം തുടരുകയാണ്. പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ മൊഴിയും രേഖപ്പെടുത്തും. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണമുള്ളത്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ PDF പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന്റെ പ്രീപ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ PDF പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞയാഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയത് വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ഈ ഒരു പുസ്തകത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കനക്കുന്നതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ കരസേന മുൻ മേധാവിയായ ജനറൽ MM നരവേന പ്രതികരണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ പുറത്തിറക്കിയ പ്രസ്താവന പങ്കുവെച്ചുകൊണ്ട് തന്നെയായിരുന്നു നരവേനയുടെ പ്രതികരണം. പുസ്തകത്തിന്റെ നിലവിലെ അവസ്ഥ ഇതാണ് എന്നതായിരുന്നു നരവേനയുടെ എക്സിലെ പോസ്റ്റ്. ശബരിമലയിലെ കൊടിമര പുനർപ്രതിഷ്ഠാ കേസിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണം തുടങ്ങി. കൊടിമരത്തിനായി സ്വർണം നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തും. അതേസമയം ഫയലുകൾ ആവശ്യപ്പെട്ട വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൊടിമരത്തിനായി സ്വർണം നൽകിയവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
തീർച്ചയായും ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിജിലൻസ് രൂപീകരിച്ചത്. ഏതായാലും അതിന് പിന്നാലെ തന്നെ അന്വേഷണവും വിജിലൻസ് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഈ കൊടിമരത്തിനായി സ്വർണം നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. 27 പേരാണ് ഈ സ്വർണം ഈ കൊടിമരത്തിൽ അല്ലെങ്കിൽ കൊടിമരത്തിൽ പതിപ്പിക്കുന്നതിനായി നൽകിയത്. അത്തരത്തിൽ അതിൽ സിനിമാ താരങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നടന്മാരായ സുരേഷ് ഗോപിയുണ്ട്, മോഹൻലാലുണ്ട്, അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാക്കളുണ്ട്, അതുപോലെ തന്നെ വലിയ വ്യവസായികളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ 27 പേരാണ് ഇത്തരത്തിൽ ഈ സ്വർണം ഈ സംഭാവനയായി ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ കുറച്ചു പേരുടെ പേര് മാത്രമാണ് ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. അവർ നൽകിയ, അതായത് ഏതാണ്ട് 5-6 പേർ മാത്രമാണ് ആ ലിസ്റ്റിലുള്ളത്. അവർ എത്ര ഗ്രാം സ്വർണം നൽകി എന്നുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ പേർ ഈ സ്വർണം നൽകിയിട്ടുണ്ട്. 27 പേരാണ് സ്വർണം നൽകിയത്. പക്ഷേ അവർ എത്ര ഗ്രാം സ്വർണം നൽകി, ആരൊക്കെയാണ് അത് നൽകിയത് എന്നുള്ള കാര്യമൊന്നും ആ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 27 പേർ സ്വർണം നൽകിയ ആ 27 പേരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ ആദ്യം വിജിലൻസിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഈ 27 പേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ എത്ര സ്വർണം ലഭിച്ചു, അതായത് ഇപ്പോൾ 412 ഗ്രാം സ്വർണം ലഭിച്ചു എന്നുള്ളതാണ് ഒരു കണക്ക് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ആ കണക്ക് ഇവരൊക്കെ എത്ര വീതമാണ് നൽകിയത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അപ്പോൾ ഇവരെ എത്ര വീതം സ്വർണം നൽകി എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തണമെന്ന്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. 8 സിനിമാ താരങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്വർണം നൽകിയിട്ടുള്ളത്. അതിൽ മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, അതുപോലെ തന്നെ സുരേഷ് ഗോപിയുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ നിരവധി താരങ്ങൾ അതിൽ ഇത്തരത്തിൽ നൽകുകയും 8 താരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി വ്യവസായികൾ, സിനിമാ മേഖലയിൽ സിനിമാ നിർമ്മാതാക്കളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി അവരെത്ര വീതമാണ് സ്വർണം നൽകിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. നിലവിൽ ഈ ദേവസ്വം വിജിലൻസ് നൽകിയ കണക്ക് പ്രകാരം 233 ഗ്രാം സ്വർണം കാണാനില്ല എന്നുള്ളതാണ് നിലവിലെ കണക്ക് പ്രകാരമുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ആളുകളുടെ പേര് വിവരങ്ങളില്ല, ഇവർ എത്ര സ്വർണം നൽകിയെന്നില്ല എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമായതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ കൂടുതൽ സ്വർണം ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇവർക്കെല്ലാം നോട്ടീസ് നൽകി ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ SITയുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ട്. അവരാണ് അവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ സ്വർണം വാങ്ങിയതിലും കൊടുത്തതിലും ഒക്കെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ SITയും നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് SIT തന്നെയാണ് ആവശ്യപ്പെടുകയും ചെയ്തത്. ഏതായാലും ആ SITയുടെ കയ്യിലുള്ള രേഖകൾ കൂടി ഇപ്പോൾ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പഴയ കൊടിമരത്തിൽ നിന്ന് വാജി വാഹനം മാത്രമാണ് പുറത്തേക്ക് പോയത് എന്നുള്ള ഒരു റിപ്പോർട്ട് ആ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് പഴയ കൊടിമരത്തിൽ നിന്നുണ്ടായിരുന്ന വാജി വാഹനം മാത്രമാണ് നഷ്ടമായത്. അത് പിന്നീട് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം അഷ്ടദിക്പാലകരടക്കമുള്ള ആ സാധനങ്ങളെല്ലാം തന്നെ സ്ട്രോങ് റൂമിൽ ഭദ്രമായി ഉണ്ട് എന്നുള്ളത് കൂടി ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശരി, ശബരിമല കൊടിമര പുനർപ്രതിഷ്ഠാ കേസിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൊടിമരത്തിനായി സ്വർണം നൽകിയവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. അതേസമയം ഫയലുകൾ ആവശ്യപ്പെട്ട വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരിക്കുകയാണ്. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.